പ്രൈസ് ലോർഡ്. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ലോകത്തിൽ മനുഷ്യൻ നേരിടുന്ന ഒന്നാണ് അവഗണന. നമ്മൾ ഓരോരുത്തരും അവഗണിക്കപ്പെട്ട അവസ്ഥകൾ, സ്ഥലങ്ങൾ ഉണ്ടായിരിക്കും. അത് ചിലപ്പോൾ ജോലി സ്ഥലത്തായിരിക്കും, നമ്മളായിരിക്കുന്ന കുടുംബത്തിലായിരിക്കും, സമൂഹത്തിലായിരിക്കും. ഒത്തിരി അവഗണന വരുന്നത് വാക്കുകളിലൂടെ കുത്തി മുറിവേൽപ്പിച്ച് നമ്മെ അവഗണിപ്പിക്കുന്ന അവസ്ഥകളുണ്ടായിരിക്കും. മാറ്റി നിർത്തിയപ്പെട്ട മേഖലകളുണ്ടായിരിക്കും. മറ്റൊരു കാര്യം പറഞ്ഞാൽ ഇംഗ്ലീഷിൽ റിജക്ഷൻ അനുഭവിച്ച മേഖലകളുണ്ടായിരിക്കും. പക്ഷെ കർത്താവ് പറയുന്നത്, എല്ലാവരും തള്ളിക്കളഞ്ഞാലും ആരെല്ലാം ഉപേക്ഷിച്ചാലും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. തിരസ്കരിക്കപ്പെട്ട ഒരു വ്യക്തിയെ ദൈവവചനത്തിൽ നിന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 29 അധ്യായം 31 വാക്യത്തിൽ പ്രകാരം എഴുതിയിരിക്കുന്നു: ലേയ അനിഷ്ടി എന്ന് കണ്ടപ്പോൾ ദൈവം അവളുടെ ഗർഭത്തെ തുറന്നു. ഈ പശ്ചാത്തലം നമുക്ക് സുപരിചിതമാണ്. ലേയ ആരെന്ന് നമുക്ക് വ്യക്തിപരമായി നമുക്കറിയാവുന്നതാണ്. ലേയ യാക്കോബിൻ്റെ ആദ്യത്തെ ഭാര്യയാണ്. ലേയെ വിവാഹം കഴിച്ചുവെങ്കിലും യാക്കോബ് കൂടുതൽ സ്നേഹിച്ചത് റാഹേലിനെയാണ്. ലേയ പലപ്പോഴും അവഗണിക്കപ്പെട്ടു പോയ മേഖലയിൽ ലേയ ഒഴിവാക്കപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെയും യാക്കോബ് കൂടുതൽ ഇഷ്ടപ്പെടുന്നതും റാഹേലിനെയാണ്. ഇവിടെ റാഹേലിനെ യാക്കോബ് നോക്കുന്നത് ഭാഗ്യ സൗന്ദര്യത്തെ നോക്കി ഇഷ്ടപ്പെടുമ്പോൾ, ലേയ കണ്ണിന് ശോഭ കുറഞ്ഞെന്ന് മാത്രമേ ദൈവവചനത്തിൽ എഴുതിയിട്ടുള്ളൂ. താൻ കുടുംബത്തിൽ അവഗണിക്കപ്പെട്ട പോയ അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നെ കർത്താവ് ചിന്തിപ്പിച്ചൊരു കാര്യം ഇപ്രകാരമാണ്. അവിടെ വചനം ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ലേയ അനിഷ്ട എന്ന് ദൈവം കണ്ടപ്പോൾ. അപ്പം ആരുടെയൊക്കെയോ മുമ്പിൽ ഇഷ്ടമില്ലാത്തവളായിരുന്നു ലേയ. പക്ഷെ കർത്താവ് നമ്മുടെ അവസ്ഥ നമ്മൾ നോക്കുമ്പോൾ, ഇഷ്ടമില്ലെന്ന് കാണുമ്പോൾ കർത്താവ് പറയുന്നത്, ഞാൻ നിന്നെ അധികമായി സ്നേഹിക്കുന്നു. ലോകത്തിൽ അധികമായി സ്നേഹിക്കുന്ന ഒരു അപ്പൻ നമുക്ക് ഉള്ളത് ഉയരത്തിൽ മാത്രമാണ് ഉള്ളത്. നമ്മുടെ കൂട്ടുകാർ നമ്മെ അവഗണിച്ചു പോയ അവസ്ഥകളുണ്ടായിരിക്കും. നമ്മുടെ സ്വന്തക്കാർ നമ്മെ തള്ളിക്കളഞ്ഞ അവസ്ഥകളുണ്ടായിരിക്കും. നമ്മുടെ കൂടെ നിൽക്കുന്നുവെന്ന് പറഞ്ഞവർ പോലും മാറിപ്പോയ അവസ്ഥകളിൽ കർത്താവ് പറയുക, ആരെല്ലാം മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറന്നു കളയത്തില്ല. ഇവിടെ അവഗണിക്കപ്പെട്ട ലേയെ ഇങ്ങനെ നിൽക്കുമ്പോൾ അവളുടെ ജീവിതത്തിൻ്റെ അവസാനം ഒന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണേ. ലേയ മരിക്കുന്നതും അതിന് ശേഷം അടക്കുന്നതും സ്വന്തം കല്ലറയിൽ, കുടുംബ കല്ലറയിൽ അടക്കുന്ന റാഹേലിൻ്റെ അവസ്ഥ നോക്കി. ഫ്രാത്തിലെത്തുവാൻ അല്പ ദൂരം മാത്രമുള്ളപ്പോൾ വഴിയരികിൽ വെച്ച് മരിക്കുവാനിടയായി തീർന്നു. തുടക്കം നല്ലതായിരുന്നേ, പക്ഷേ അവസാനം ഒന്ന് നോക്കിക്കേ. ലേയെ എല്ലാവരും തഴഞ്ഞു നിന്നപ്പോൾ ലേയുടെ ഉദരത്തിൽ നിന്നാണ് യഹൂദ ജനിക്കുന്നത്. അതിൽ നിന്നാണ് കർത്താവായ യേശു ക്രിസ്തു ഉത്ഭവിക്കുവാനിടയായി തീർന്നത്. ഇത്ര മഹത്വകരമായ ഒരു വഴിയാണ് ദൈവം ലേയുടെ ജീവിതത്തിൽ തുറന്നത്. അവഗണിക്കപ്പെട്ട മേഖലയിൽ ദൈവം എഴുന്നേൽപ്പിക്കുന്ന ഒരവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. തീർച്ചയായും ഒത്തിരി പേർ നമ്മെ അവഗണിച്ചെന്ന് വരാം, ഒത്തിരി പേര് മാറ്റി നിർത്തിയെന്ന് വരാം. പക്ഷേ കർത്താവ് ഒരിക്കലും നമ്മെ കൈവിടത്തില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇപ്രകാരം ഒരു വാക്യം പറയുന്നുണ്ട്: നിങ്ങളല്ല എന്നെ തിരഞ്ഞെടുത്ത്, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഒരു പ്രത്യേക തിരഞ്ഞെടുപ്പ് നമ്മുടെ മേലുണ്ട്. ഒത്തിരി പേർ നമ്മെ വാക്കുകളാൽ മുറിവേൽപ്പിച്ചിരിക്കും, മാറ്റി നിർത്തിയ അവസ്ഥകളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ കർത്താവ് പറയുക, ഒരിക്കലും എൻ്റെ പ്രിയ പൈതലിനെ, എൻ്റെ പ്രിയ മകനെയോ എൻ്റെ മകളെയോ ഞാനൊരിക്കലും മാറ്റി നിർത്തത്തില്ല. അത്ര അധികമായി ആണ് കർത്താവ് നമ്മെ സ്നേഹിക്കുന്നത്. അതൊരു അൺകണ്ടീഷണൽ ലവാണ്. ആർക്കും ആ സ്നേഹത്തെ അളക്കുവാൻ കഴിയത്തില്ല. കാരണം കർത്താവ് അത്ര ആഴത്തിലാണ് നമ്മെ സ്നേഹിക്കുന്നത്. തീർച്ചയായും നമുക്കും കർത്താവിനെ അത്ര അധികമായി സ്നേഹിക്കാം. അവഗണിക്കപ്പെടുന്ന മേഖലകളിൽ ഒരിക്കലും കർത്താവിനുള്ള ആശ്രയം കളയാതെ ദൈവത്തിൽ കൂടുതൽ ആശ്രയിച്ച് മുന്നേറുവാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ. ഞാനൊരു കാര്യം കൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇപ്രകാരമാണ്: ആരെങ്കിലും ഇപ്പോഴും അവഗണിക്കപ്പെടുന്നെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ അവഗണിക്കപ്പെടുന്നില്ല. ലോകം നിങ്ങളെ ചിലപ്പോൾ മാറ്റി നിർത്തുമായിരിക്കും. പക്ഷെ കർത്താവ് പറയുന്നത്, കർത്താവ് എന്നും കൂടെയുണ്ട് കേട്ടോ. നമ്മുടെ കൂടെ നമ്മുടെ യേശു ഉണ്ട്. നമുക്ക് ചോദിക്കാനും പറയാനോ ആരെയില്ലെന്നൊന്നും ചിന്തിക്കേണ്ട കേട്ടോ. നമുക്കുള്ളത് ഉയരത്തിൽ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.